ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ആഫ്രിക്കയിലെ ഒരു ഖനിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ രത്നം കണ്ടെത്തി. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ കിരീടത്തിന് ശോഭ കൂട്ടുവാൻ അതിനെ സമ്മാനിച്ചു. ആ രത്നം കണ്ടെടുത്തപ്പോൾ അതിന് രൂപമില്ലായിരുന്നു. ഒരു രത്നപ്പണിക്കാരനെ ഈ രത്നത്തിന് രൂപം വരുത്തുവാൻ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ കൈവശം ചുറ്റിക പോലുള്ള ഉപകരണമുണ്ടായിരുന്നു. രത്നം കയ്യിലെടുത്ത അയാൾ ആ ചുറ്റിക കൊണ്ട് അതിനെ ആഞ്ഞടിച്ചു. അവിടെ കൂടി നിന്ന എല്ലാവർക്കും അയാളുടെ പ്രവൃത്തിയിൽ അതൃപ്തി തോന്നി. ഇത്രയും വിലപിടിച്ച രത്നത്തെ എത്ര നിസ്സാരമായിട്ടാണ് ചുറ്റിക വെച്ച് അടിച്ചത്. ക്ഷുഭിതനായ രാജാവിനോട് ആ പണിക്കാരൻ പറഞ്ഞു, എൻ്റെ കയ്യിലെ ചുറ്റിക കൊണ്ടുള്ള ഈ പ്രഹരം രത്നത്തെ നശിപ്പിക്കുവാനല്ല. രത്നങ്ങളെക്കുറിച്ച് അറിവുള്ള ഞാൻ വളരെ കണക്ക് കൂട്ടലോടെയാണ് ഇതിനെ അടിച്ചത്. രത്നം തകർന്നു പോകില്ല, പൊടിഞ്ഞു പോകില്ല, രൂപം നഷ്ടപ്പെടില്ല. ആ ഒറ്റ അടിയിൽ തന്നെ രത്നം പൂർണ്ണമായും അതിൻ്റെ സൗന്ദര്യത്തിൽ എത്തിച്ചേരുന്നു. അതിൻ്റെ ശോഭ വളരെ വർദ്ധിച്ചിരിക്കുന്നു. രാജാവിൻ്റെ കിരീടത്തിൽ അലങ്കരിക്കത്തക്കവണ്ണം സൗന്ദര്യമേറിയ രത്നമായി അത് മാറ്റപ്പെട്ടിരിക്കുന്നു. ദൈവം നമ്മെ ഇപ്രകാരമുള്ള അവസ്ഥയിലൂടെ കടത്തിവിടാറുണ്ട്. ദൈവം നമ്മെ അടിക്കുന്നത് വിവിധങ്ങളായ പരീക്ഷകളിലൂടെയാണ്. ഏറ്റവും സൗന്ദര്യമുണ്ടാകുവാൻ ദൈവം അനുവദിക്കുന്ന ബാലശിക്ഷ നാം സ്വീകരിക്കണം. അതിനാഴമായ അർത്ഥമുണ്ട്. എന്നാൽ വേദനകളെ നാം ഇഷ്ടപ്പെടുന്നില്ല. വേദനയില്ലാതെ ദൈവിക സൗന്ദര്യം പുറത്തു വരില്ല. കഷ്ടതയുടെ തീച്ചൂളയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ആർക്കുമില്ലാത്ത വേദന നിങ്ങൾ അനുഭവിക്കുന്നുവോ? വഴികളെല്ലാം അടഞ്ഞ നിസ്സഹായാവസ്ഥയിലാണോ നിങ്ങൾ? പതറിപ്പോകരുത്. ദൈവമറിയാതെ ഒരടിയും ലഭിക്കുന്നില്ല. ദൈവകരങ്ങളിൽ ഉടയുന്ന ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ തന്നെ അവിടുന്ന് പണിയും. ദൈവം തൻ്റെ രത്നങ്ങളെ തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുവാൻ വരുന്ന നാളിൽ നാം തിളക്കമുള്ളവരായിരിക്കുമോ? യാക്കോബ് 1:2. സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണുവിൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.